ഗൈസ് നമ്മൾ ഇന്ന് സ്ക്വാഡ് അനലൈസ് ചെയ്യാൻ പോകുന്ന ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ സിറ്റി എഫ് സി ആണ്. കഴിഞ്ഞ വർഷത്തെ ISL കപ്പ് വിന്നേഴ്സാണ്. നമുക്കറിയാം അവരുടെ കഴിഞ്ഞ സീസണിലെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് അവരുടെ പരിശീലകൻ പോയി, അതിന് പകരം പീറ്റർ കാക്കി എന്ന് പറയുന്ന പുതിയ പരിശീലകൻ വന്നു. ആ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് വന്നു. കാരണം അവസാന ദിവസം വരെ അവരായിരിക്കും ഷീൽഡ് വിന്നേഴ്സ് നിലയിലാണ് വന്നത്. പക്ഷേ അവസാന ദിവസത്തെ മത്സരഫലമാണ് അവരെ രണ്ടാം സ്ഥാനത്തേക്ക് മാത്രമാക്കിയത്. എന്നാൽ പീറ്റർ കാക്കിക്ക് ISL പ്ലേ ഓഫിൽ വിജയിച്ച് ISL കപ്പ് വിന്നേഴ്സ് എന്ന നിലയിൽ വിജയിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ISLിലെ ആദ്യത്തെ വർഷം തന്നെ അങ്ങനത്തെ ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചു. അതും ഇടയ്ക്ക് വെച്ച് വന്നിട്ടാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. സോ അതും അത്ര നല്ല രൂപത്തിൽ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടത്തി ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ആണ്. അതും ഒരുപാട് സ്ട്രഗിൾസ്, ഇഞ്ചുറീസൊക്കെ അവർക്കും ബാധിച്ചിരുന്നു. അവിടെ നിന്നാണ് അവരെ ഈ ഒരു കോച്ച് മുന്നോട്ട് നയിച്ചത്. അതേ പരിശീലനമായിട്ടുള്ള പീറ്റർ കാക്കി തന്നെയാണ് ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോഴും മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഔട്ട് ഗോയിങ്സ് സംഭവിച്ചിട്ടുണ്ട് ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ. പിന്നെ വിദേശ താരങ്ങളും പോയിട്ടുണ്ട്, 3 വിദേശ താരങ്ങൾ അവരുടെ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട്. ഇപ്പം രാഹുൽ ബേക്കി, അപ്പുയ, നൊഗ്വേര, വിനീത് റായിക്ക്, ഡയാസ്, ഗുർക്കീറത്ത്, നവാസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഔട്ട് ഗോയിങ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ മിഡ്ഫീൽഡിൽ അപ്പുയ, വിനീത് റായി അങ്ങനത്തെ പ്ലേയേഴ്സ് പോയിട്ടൊരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഡൗട്ട്ഫുൾ എന്ന നിലയിൽ പറയണം. എങ്കിലും അവർക്കിപ്പം ചില പ്ലേയേഴ്സ്, ഇപ്പോൾ രഹനേഷിനെ പോലത്തെ താരങ്ങളെ എത്തിക്കാൻ സാധിച്ചു. നൗഫൽ, ബ്രാൻഡൻ, ഹർദിക് ഭട്ട്, അതുപോലെ തന്നെ ഡാനിയൽ, സഹിൽ, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വിദേശ നല്ല താരങ്ങളെയൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു പോസിറ്റീവ് സൈഡായിട്ടും പറയാം. ഇനി നമുക്ക് സ്ക്വാഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഗോൾ കീപ്പിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, നവാസ് പോയി. നവാസിന് പകരം എത്തിക്കുന്ന താരം TP രഹനേഷാണ്. എന്താണെങ്കിലും പ്യൂബ ലച്ചൻബ, അതുപോലെ തന്നെ TP രഹനേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെപ്തുള്ളൊരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. സെൻട്രൽ ബാക്കിലുള്ള രാഹുൽ ബേക്കെ പോകുന്നു, പക്ഷേ അത്യാവശ്യം നല്ല സെൻട്രൽ ബാക്സിൻ്റെ ഒരു നിര തന്നെ അവർക്കുണ്ട്. കാരണം തൈക്രോമയും തിരിയേയും നിലനിർത്തിയിരുന്നു. ഒപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മെഹ്താബ് സിംഗും ഓൾറെഡി നാഷണൽ ടീമിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ISLിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ ഹെലൻ നങ്കുഡു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യങ്സ്റ്ററും ആ ഒരു സെൻട്രൽ ബാക്ക് റോളിൽ നമുക്ക് പറയാൻ പറ്റുന്ന താരമാണ്. ഇനി വിങ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ഇപ്പം ആകാശ് മിശ്ര ഇഞ്ചേർഡായിട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ ഫസ്റ്റ് ഫേസ് ഓഫ് ദി ISL കളിക്കില്ല. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇപ്പം വാൽപൂയി, ആകാശ്, ഹർദിക്ക്, സഞ്ജീവ് സ്റ്റാലിൻ, സഹിൽ പൻവാർ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ISL വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. എങ്കിലും ആ ഒരു നമ്പേഴ്സ് അവിടെ ഉണ്ട്, അത്രയും പ്ലേയേഴ്സിൻ്റെ ഒരു അവൈലബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, അപ്പൂയ പോയി, വിനീത് റായി പോയി, റൗളിൻ ബോർജസ് ലോണിൽ പോയതാണ്, അദ്ദേഹം തിരിച്ചെത്തുന്നില്ല. അപ്പം അത്രയും പ്ലേയേഴ്സ് പോയിട്ടും അവർക്കൊരു പ്രോപ്പർ DM എന്ന് പറയുന്ന ലെവലിലൊരു ഇന്ത്യൻ പ്ലെയർ വന്നിട്ടില്ല. പറയുന്നത് ഇപ്പോൾ ഹിതേഷ് ശർമ്മയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ യോയൽ വാനീഫ് എന്ന് പറഞ്ഞിട്ടുള്ള വിദേശ താരത്തെ നിലനിർത്തിയിട്ടുണ്ട്. ജെറമി മൻസൂർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു DM അല്ല, ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡായിട്ടും അങ്ങനെ കളിക്കുന്നൊരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ കംപ്ലീറ്റ്ലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയാൻ പറ്റാത്തൊരു പ്ലെയറാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ആ റോൾസിലുള്ളത്. പിന്നെ ഇന്ത്യൻസ് എന്ന നിലയിൽ റിക്രൂട്ടർ നടത്തിയിരിക്കുന്ന ഇപ്പോൾ സെൻട്രൽ മിഡ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ് എന്ന ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹിതേഷിനെ കൊണ്ടുവന്നു. അതിനോടൊപ്പം തന്നെ ബ്രാൻഡൻ ഫെർണാണ്ടസിൻ്റെ സാന്നിധ്യമുണ്ട്. പിന്നെ ലാസ്റ്റ് സീസണിൽ നന്നായിട്ട് കളിച്ചിട്ടുള്ള ജയേഷ് റാണയുടെ ഒരു സാന്നിധ്യം നമുക്ക് ഈ ഒരു ടീമിൽ കാണാൻ സാധിക്കും. അതാണ് മിഡ്ഫീൽഡിൻ്റെ ഒരു ഡെപ്ത്. പിന്നെ ജോൺ ടോറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉണ്ട്. അദ്ദേഹം ഒരു നല്ല പ്രൊഫൈലൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന താരം തന്നെയാണ്. ഇനി വിങ്ങേഴ്സിലേക്ക് നോക്കുമ്പോൾ മുംബൈ സിറ്റി എഫ് സിയുടെ വിങ്ങേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി വേറെ ലെവൽ വിങ്ങേഴ്സ് വേറെ ഏതെങ്കിലും ടീമിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക. കാരണം ലാലിംഗ് സ്വാല, ചാങ്ബെ, ബിപിൻ സിംഗ്, വിക്രം പ്രതാപ് സിംഗ് എന്ന് പറയുന്ന സൂപ്പർ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. സോ അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവർ ഗൈമർ നിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറെ ലോണിൽ വിട്ട പ്ലെയറാണ്. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു. ലാസ്റ്റ് സീസണിൽ 10 ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്ത പ്ലെയറാണ്. അതുപോലെ ഓൾമോസ്റ്റ് 10 ഗോൾ കോൺട്രിബ്യൂഷൻ ലാസ്റ്റ് സീസണിൽ I-ലീഗിൽ കൊടുത്തിട്ടുള്ള പ്ലെയറാണ്. നൗഫൽ എന്ന് പറഞ്ഞിട്ട് ഗോകുലം കേരളയിൽ ലാസ്റ്റ് സീസൺ കളിച്ച പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു താരങ്ങളെ കൂടി എത്തിക്കുന്നൊരു സമയത്ത് ഒരു വിങ് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിൻ്റെ ഒരു ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വേറെ ലെവൽ തന്നെയാണ്. ഈ സെൻട്രൽ ഫോർവേഡിലേക്ക് വരുമ്പോഴത്തേക്കും നിക്കോളാസ് കാരലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീസ് പ്ലെയറാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത്. ആകെ ഒരു വിദേശ താരമേ ഉള്ളൂ അവിടെ. പിന്നെ ഇന്ത്യൻസാണ്. ഇപ്പം ആയുഷ് ചിക്കാര ഉണ്ട്,
അതുപോലെ തന്നെ ഡാനിയലിനെ ഇത്തവണ ടീമിലെത്തിക്കുന്നുണ്ട്. പിന്നെ ചാങ്തെ ആണെങ്കിലും വിക്രം പ്രതാപ് ആണെങ്കിലും ഒക്കെ ആ ഒരു സെൻട്രൽ ഫോർവേഡ് റോളിൽ കളിക്കാൻ പറ്റുന്ന താരങ്ങളാണെന്നുള്ളതാണ്. ഇനി മുംബൈ സിറ്റി എഫ് സിയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ വിങ്ങേഴ്സിൻ്റെ ഒരു സാന്നിധ്യമാണ്. ബെസ്റ്റ് വിങ്ങേഴ്സിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്തൊരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർ കാക്കി ഇന്ത്യൻ പ്ലേയേഴ്സിനെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോച്ചാണ്. അപ്പം കുറച്ച് നല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്, ടെക്നിക്കലി നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവരെയൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് നോക്കിക്കാണണം. അതൊരു പോസിറ്റീവായിട്ട് പറയാം. അതുപോലെ തന്നെ നല്ലൊരു ഫോറിൻ സ്ക്വാഡ് അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി വീക്ക്നെസ്സസ് നോക്കുന്ന സമയത്ത് ഇപ്പം ആകാശ് മിശ്ര ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് ഐ എസ് എൽ കളിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ആക്ച്വലി അവരുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനെ കുറച്ച് വീക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു ലെവലിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം സഹിലിൻ്റെ കാര്യം എടുത്താലും സ്റ്റാലിൻ്റെ കാര്യം എടുത്താലും ഒന്നും. റൈറ്റ് ബാക്കിലും അത് പറയുന്ന പോലെ ആ ഒരു ടോപ്പ് ലെവലിൽ കളിക്കുന്ന റൈറ്റ് ബാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുള്ളാണ്. പിന്നെ ഒരു പ്രോപ്പർ DM എന്ന് പറയുന്ന ലെവലിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറായിട്ട് ആകെ ഉള്ളത് യോയൽ വാനീഫ് മാത്രമാണ്. ഇപ്പം മൻസോറോ ആണെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് ടൈപ്പ് പ്ലെയറാണ്. ഹിതേഷും അല്ലെങ്കിൽ ജയേഷും ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലെയേഴ്സാണ്. അപ്പോൾ ആകെ ഒറ്റ ഒരു പ്ലെയറേ ഉള്ള ആ റോളിൽ കളിക്കാൻ പറ്റുന്നതെന്നുള്ളതും വീക്ക്നെസ് ഓർ കൺസേൺസ് എന്ന ലെവലിൽ നമുക്ക് പറയാവുന്നതാണ്. പൊട്ടൻഷ്യൽ 11 ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ പ്യോബ ലച്ചൻബ, സെൻട്രൽ ബാക്സ് എന്ന നിലയിലേക്ക് വരുമ്പോൾ മെഹ്താബ് സിംഗ് ആൻഡ് തിരി, ആൻഡ് റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ വാൽപൂയ, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും സഹിലിനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ യോയൽ വാനീഫ്, മറ്റ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലേക്ക് വരുമ്പോൾ ബ്രാൻഡൻ ഫെർണാണ്ടസ് ആൻഡ് ജോൺ ടോറൽ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 വിങ്ങുകളിലായിട്ട് വിക്രം പ്രതാപ് ആൻഡ് ലാലുങ് ചാല ചാങ്തെ, ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ നിക്കോളാസ് കാരലിസ്. ഇങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ലാസ്റ്റ് സീസണിൽ നിന്ന് കുറേ ഔട്ട് ഗോയിങ്സ് ഒരുപാട് നല്ല പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. ആ ലെവലിലുള്ള ഇൻകമിങ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. എങ്കിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രാൻഡനെ പോലെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ രഹനേഷിനെ പോലത്തെ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. എന്താണെങ്കിലും ഈ സീസണിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അവർ ടോപ്പ് 4 സ്പോട്ട് ഒരു സ്ഥാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് മുംബൈ സിറ്റി എഫ് സി എന്നുള്ളതും ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കാൻ.